ഹായ് എവരിവൺ, എല്ലാവർക്കും ഫിഷ് ഓൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തെരണ്ടിനെ പിടിക്കാൻ വന്നേക്കാണ്. മഴ സീസൺ ആയതുകൊണ്ട് തെരണ്ടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. ഇന്ന് നമ്മളപ്പോൾ തെരണ്ടിനെ പിടിക്കാനുള്ള ഒരു സെറ്റപ്പിൽ വന്നേക്കാണ്. അപ്പോൾ പുതുതായിട്ട് ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അധികം നേരം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് കടക്കാം. ഓക്കെ, ഇതിൽ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. തെരണ്ടി ഫിഷിങ്ങിന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോണത് ഡൈവ ഫാൻ സ്നാപ്പറിൻ്റെ റോഡ് വെച്ചിട്ടാണ് നമ്മളിന്ന് തെരണ്ടി ഫിഷിങ് നടത്തുന്നത്. പിന്നെ നമ്മൾ റീല് യൂസ് ചെയ്യണത് പൈനിയറിൻ്റെ ഇൻഷോറാണ്. പൈനിയർ ഇൻഷോറാണെന്ന് നമ്മൾ റീലായിട്ട് യൂസ് ചെയ്യണത്. ബ്രൈഡ് നമ്മുടെ ഡ്രാവിൻ്റെ 100 LB ബ്രൈഡ് ലൈനാണ് നമ്മളിന്ന് യൂസ് ചെയ്യണത്. അത് 100 മീറ്ററാണുള്ളത്. പിന്നെ വരുന്നത് ഇതിൻ്റെ സിംഗറാണ്. സിംഗർ നമുക്ക് അതാണ് തെരണ്ടി ഫിഷിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് കേസ്. ഇതാണ് സിംഗർ വരുന്നത്. ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. നമ്മൾ എറിയണ ബൈറ്റ് അത് നമുക്ക് അവിടെ സ്റ്റോപ്പായി നിൽക്കണം എന്നുണ്ടെങ്കിൽ സിംഗർ നമുക്ക് മസ്റ്റാണ്. ഇത് പോയിട്ട് അവിടെ ലോക്കായി നിൽക്കും. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് വലിക്കുമ്പോൾ ആ സിംഗർ നേരെ ഓപ്പൺ ആവുക ചെയ്യുക. ഇത് സർഫ് സിംഗർ എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ സാധാ ഹുക്കാണ് ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ഇമ്പോർട്ടൻറ്റ്. ഈ സർഫ് സിംഗറാണ് ഇതിൻ്റെ മെയിൻ ഘടകം. ഇതില്ലാതെ നമുക്കൊന്നും നടക്കില്ല. വരുമ്പോൾ ഒരു PVC പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലാണ് നമ്മൾ നമ്മുടെ റോഡ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ റോഡ് ഹാൻഡിൽ ചെയ്ത് നമ്മൾ ബൈറ്റ് കാസ്റ്റ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ പിടിച്ച് ഒരുപാട് നേരം ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ തെരണ്ടി അടിക്കണ വരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജിയോ പൈപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൈപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി ബൈറ്റ് കയറ്റി നമുക്ക് കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. വേണ്ടി യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ബൈറ്റുകളാണ്. കടൽപ്പാമ്പ് ഈ ഐറ്റാണ് നമ്മൾ നമ്മുടെ തെരണ്ടിക്ക് വേണ്ടി ബൈറ്റ് യൂസ് ചെയ്യണത്. ഓക്കെ, എന്തായാലും അത് ഹുക്കപ്പ് ചെയ്ത് നമ്മളപ്പോൾ ഉള്ളത് നമ്മുടെ അബിയാണ്. നമ്മുടെ ഒരു വരാൽ ഫിഷിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ അബി അതിൽ പങ്കാളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ തെരണ്ടി പിടിക്കാനും നമ്മുടെ അബിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഓക്കെ, ചൂണ്ടായ്മ സെറ്റ് ചെയ്യാൻ പോവാണ്. മതിയല്ലേ? അപ്പോൾ എൻ്റെ ഒരു പീസ് കയറ്റി, അവൻ്റെ 2 കുളത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ 1 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കാസ്റ്റിങ്ങിൽ കിടക്കാം. ഇത് നമ്മുടെ ചൂണ്ടയാണ്. അതും അബി തന്നെയാണ് എറിയണത്. കാരണം നമുക്ക് ഈ കടലിൻ്റെ ഈ ഏരിയ അറിയാത്തതുകൊണ്ട് ഈ കടലിൻ്റെ ഈ മുകളിൽ തന്നെയാണ് അവൻ്റെ വീട്. അപ്പോൾ അവൻ ഇവിടെ കിടന്ന് വലട്ടിട്ടും പിടിച്ചിട്ടൊക്കെ ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ ഒരു ബേസിൽ അവൻ പോയിട്ടാണ് കാസ്റ്റ് ചെയ്യണത്. അടാർത്തറിയാണ്, ഒരു രക്ഷയില്ല. സർഫ് ഫിഷിങ്, സർഫ് സിംഗർ ഫിഷിങ്. എന്തായാലും ഒരു തെരണ്ടി അടിക്കട്ടെ. ഞാനും ഇപ്പോൾ കടലിലിറങ്ങി നിൽക്കുകയാണ്. അവിടെ ഒന്നും ആഴില്ല. അപ്പോൾ ഞങ്ങൾ ആളില്ലാത്തൊരു ലൊക്കേഷൻ നോക്കിയിട്ട് വന്നിട്ട് ചൂണ്ടാൻ നിൽക്കുന്നതാണ്. അപ്പോൾ വീണ്ടും പറയാണ്, ഇത് ആരും അറിയാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ഈ പരിപാടിക്ക് നിൽക്കരുത്. അറിയുന്ന ഇപ്പോൾ ഒരു കടൽ തീരം ഉണ്ടെങ്കിൽ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്ന അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് പോയിട്ട് ചൂണ്ടാൻ ഇറങ്ങുക, അല്ലെങ്കിൽ പണിയാണ്. കുട്ടികൾ ഇതിനു വേണ്ടി തീരെ ശ്രമിക്കരുത്. ഒരുപാട് ചെറിയ കുട്ടികൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഈ പരിപാടിക്കൊന്നും ഇറങ്ങരുത്. നിങ്ങളൊക്കെ ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിനിറങ്ങുക. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ചൂണ്ടലും കാസ്റ്റ് ചെയ്തിട്ടു. ഓ, ഹെവി തരാം. വാവ്, ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനിയും നല്ല നല്ല കിടിലൻ ഫിഷിങ്ങും അതിൻ്റെ മെത്തേഡ്സൊക്കെ നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവും. ഓക്കെ, എൻ്റെ 100 മീറ്ററുള്ള കാരണം ബ്രൈഡ് ഏറെക്കുറെ കഴിഞ്ഞ രീതിയിലാണ്. കറക്റ്റാ.
വെക്ക് നീ. മീഡിയം ഡ്രാഗ് ഇട്ടാൽ മതി. ഞാൻ 100 മീറ്ററിൽ ബ്രൈഡ് ഇത് നമുക്ക് ഒന്നും ആവണില്ല, ഇത്രേ ബാക്കിയുള്ളൂ ഇനി. അപ്പോൾ നമുക്ക് ഡ്രാഗ് വലിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ തന്നെ വേണം, അല്ലെങ്കിൽ ബ്രൈഡിൻ്റെ പിന്നാലെ ഓടേണ്ടി വരും. ഓക്കെ, അപ്പോൾ അബിയുടെ ചൂണ്ട സെറ്റ് ചെയ്ത് അത് ബ്രൈഡൊക്കെ ലെവലാക്കി. ഓക്കെ, അപ്പോൾ ഇത് വെയിറ്റിങ്ങിലാണ്. ഡ്രാഗ് ലൂസ് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ കാർ ഫിഷിങ്ങിൻ്റെ പോലെ തന്നെ ഡ്രാഗ് ലൂസ് ചെയ്ത് വെക്കണം. കാരണം ഇത് അടിച്ചിട്ട് ലോങ്ങിലേക്ക് വലിച്ച് പോകുമ്പോൾ നമുക്കത് അറിയാൻ പറ്റാവുന്ന കണ്ടീഷനിൽ വെക്കണം. ഓക്കെ, നമ്മുടെ 2 റോഡും നമ്മൾ എറിഞ്ഞ് കടലിൽ സെറ്റാണ്. ഇനി നമുക്ക് മീനിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്. എൻ്റെ കാര്യമാണ് കുറച്ച് സീന്, ബ്രൈഡ് കുറവാ. നോക്കിയേ, ഇത്ര തന്നെ ഉള്ള തിരിയണ സമയത്ത് നേരെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. 2 ചൂണ്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിംഗറിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് തിരയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോലും ഒരു പിടുത്തം കണ്ടില്ല, 4 കാല്. ആ എങ്കിൾ പോലുള്ള 4 കാലാണ് അവിടെ സ്റ്റേ ചെയ്ത് നിർത്തുന്നത്. അല്ലാത്ത വേറെ ഏതെങ്കിലും വെയിറ്റുകളാണെന്നുണ്ടെങ്കിൽ തിര അടിച്ച് നമുക്ക് കരക്കന്നെ കുറന്ന് കയറ്റിട്ട് വരും. അപ്പോൾ ഇത് തെരണ്ടി ഫിഷിങ്ങിന് മാത്രമായിട്ട് നമ്മൾ കൂടുതലും യൂസ് ചെയ്യണതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം അതാണ്. അപ്പോൾ നമ്മളത് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടായിരിക്കും ഇനി അടുത്ത ചോദ്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ മെത്തേഡ്സും ഒക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും മീൻ കിട്ടിയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ ചിവി ബ്രോ വന്നു, മീനടിച്ചിട്ടുണ്ട്. ആ റോഡൊന്ന് നോക്കടാ, ഇൻ്റെ റോഡൊന്ന് നോക്ക്. ചിബി കരയുണ്ടാ? പോയാ? ഇല്ല അമ്മേ, പോയടാ. ആ ഉണ്ട് സാധനം ഉണ്ട്. ഇതാ ഒന്ന് നോക്കിട്ടോ, മാസ്ക് ഒന്നും ഊരും, എൻ്റെ മുഖമൊന്നും കണ്ടേ. സാധനം ഡ്രാഗ് വലിച്ച് പോകണണ്ട, ഡ്രാഗ് പോരുന്നില്ല. നമ്മുടെ അബി അവിടെ താഴ്ത്തിരിക്കുന്നുണ്ട് വടിയും പിടിച്ചിട്ട്. അടിപൊളി അടിപൊളി. ഇടാ, അതിൽ ഗ്രാഫ് ഉണ്ട് ബാഗിൽ, എടുത്തോ. തെരണ്ടിയാണെങ്കിൽ എടുക്കാം. ഗ്രാഫ് ഇട്ടാ കുത്തണത്. ചീവിയേ പോരട്ടെ, അങ്ങനെ പോരട്ടെ. എന്തായാലും ഇത്ര നേരം ഞങ്ങൾ ഇരുന്നിട്ട് ചിവിക്കാടാ വളയുണ്ടല്ലോ. പോരട്ടെ. മാസീവ് ബാക്കിക്ക് നടന്നു നോക്കിയടാ. തെരണ്ടി ആണെന്നുണ്ടെങ്കിലേ ഗ്രാഫ് ഉണ്ടോ? ഒന്നുകൂടി വലിക്കറ. ഗ്രാഫ് വലിക്ക്. ഓക്കെ, താങ്ക് യു. പോരട്ടെ. എന്തായാലും ജീവിക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോക്കുള്ള ഭാഗ്യം. അടുത്തെത്തിയ പറയട്ടാ. ഡ്രാഗ് പോണ്ടല്ലോ. നല്ല ഭാഗ്യ കുരിപ്പ്. എന്തായാലും ഇതിന്റെ റോഡൊക്കെ നോക്കട്ടല്ലേ, ഒന്ന് അട്ടോടിഞ്ഞ് പോവും. എത്തിണ്ട ഇനി നമുക്ക് മീനെ കാണാം. എവിടെ ബാബാ എടുക്കും. ഇത് വീഡിയോ വടുതല മത്സര വടുതലാണ്. ഇത് സീനില്ലല്ലോ, മുള്ളില്ലല്ലോ. ഇല്ല പിടിച്ചോ. നല്ലൊരു കിട്ടില്ല പാട്ട് നല്ലോണം കിട്ടിയിരിക്കുകയാണ് നമുക്ക്. എന്തായാലും ഇതിനെ കയറ്റാനുള്ള ഭാഗ്യം നമ്മുടെ ജീവിക്കാണ്. ഇതിനെ കയറ്റാനുള്ള ഭാഗ്യം എന്തായാലും നമ്മുടെ മീന് കാണാം. എന്താ ഇതാണ് ഐറ്റം. പിടിക്കാത്ത വലിക്കണ്ട. നോക്കും മേലെ നോക്കിട്ടോ. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള വടുതല. എന്തായാലും പൊളിച്ചു. എന്തായാലും നമ്മുടെ ചിവി
നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു വഴുതലിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഗിറ്റാർ ഫിഷ്. ഓക്കെ, ഇതിൻ്റെ വായും ഇതൊക്കെ ഒന്ന് കണക്ക് പറയും. പോയി നല്ലൊരു മീൻ സ്ട്രൈക്ക് ചെയ്തിട്ട് മിസ്സായി പോയില്ലേ. അടുത്തൊരു മീനുള്ള വകുപ്പുണ്ടെന്നായിരുന്നു. നമ്മുടെ പയനീർ ഇൻഷുറൻ്റെയും അതേപോലെ ഡ്രൈവിൻ്റെ ബ്രൈഡും ഉദ്ഘാടനം നമ്മൾ ഏട്ടനെയാണ് കിട്ടിയത്. നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു അതിഥിയാണ് നമുക്കിന്ന് കടന്നു വന്നത്. ഓക്കെ, എന്തായാലും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രൈ ഇത് ഊരിയിട്ട് കടച്ചിടാം. പുറത്ത് എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. അപ്പോൾ മച്ചന്മാരെ നല്ല മഴ വന്ന് ഞങ്ങൾ ഓടിയിട്ട് ഇപ്പോൾ ആ കടപ്പുറത്ത് തന്നെ ഒരു വീട്ടിൽ കയറിയിരിക്കുകയാണ്. നമ്മളെ ഫ്രണ്ടിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ നമ്മളവിടെ കയറിയിരിക്കുകയാണ്. കാരണം നമ്മൾ കുറച്ച് നേരം കൂടി നമ്മൾ ഇരിക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ മഴ ഇടലും മഴയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ തെരണ്ടി വേട്ട നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ നാളെയും മറ്റന്നാളൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് നമ്മളെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.